നിൻ്റെ കർത്താവായ ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടി സ്നേഹിക്കുക. മത്തായിയുടെ സുവിശേഷം 22:37. സ്നേഹബഹുമാനുള്ള സിസ്റ്റേഴ്സ്, പ്രിയ ലാസ പ്രവർത്തകരെ, എൻ്റെ പേര് ജോൺസൺ. ഇതെൻ്റെ പ്രിയപ്പെട്ട ഭാര്യ മേരിസുമം. ഞങ്ങൾ രണ്ടുപേരും വ്ളാത്താങ്കര കാർലോ ജൂലിയ ഗ്രൂപ്പിൽ പ്രവർത്തിക്കുന്നു. രാസപ്രവർത്തനത്തിൽ ഞങ്ങളുടെ വ്യക്തിപരമായ അനുഭവങ്ങൾ പങ്കുവയ്ക്കാൻ ഈ അവസരം ഞങ്ങൾ വിനിയോഗിക്കട്ടെ. വ്ളാത്താങ്കരയിൽ ലാസ ഗ്രൂപ്പ് ആരംഭിക്കുന്നത് 2019 പരേതയായ ഫ്രാൻസിസ് മേരി സിസ്റ്ററിൻ്റെ നേതൃത്വത്തിലാണ്. തുടക്കത്തിൽ തന്നെ 25 മെമ്പേഴ്സ് ഉണ്ടായിരുന്നു. എല്ലാ മെമ്പേഴ്സ് ഇപ്പോഴും പ്രവർത്തിക്കുന്നു. ഞങ്ങൾ രണ്ടുപേരും അതിൻ്റെ പ്രവർത്തകരാണ്. ഭവന സന്ദർശനം, രോഗി സന്ദർശനം, മരണവീടുകൾ, പരേതാത്മനുള്ള പ്രാർത്ഥന, കൗൺസിലിംഗ് എന്നീ പ്രവർത്തനങ്ങളിൽ ഞങ്ങൾ വളരെ സന്തുഷ്ടരാണ്. ആത്മീയ ജീവിതത്തിലും പ്രാർത്ഥനാ ജീവിതത്തിലും ഒത്തിരി മാറ്റമുണ്ടാക്കാൻ സാധിച്ചു. നമുക്ക് സഭയോടും സമൂഹത്തോടും വലിയ കടപ്പാടുണ്ട് എന്ന അവബോധവും ലഭിച്ചു. കുടുംബങ്ങൾക്ക് വേണ്ടി ഒരു കുടുംബം എന്ന നിലയിലും സ്വയം വിശുദ്ധീകരണത്തിലൂടെ മറ്റുള്ളവരെ വിശുദ്ധതയിലേക്ക് നയിക്കുക എന്ന ചിന്തയിലും ഞങ്ങളുടെ വ്യക്തി ജീവിതത്തോടും കുടുംബജീവിതത്തെയും ക്രമപ്പെടുത്താൻ ഞങ്ങൾക്ക് സാധിച്ചു. ലാസ പ്രവർത്തനങ്ങൾക്ക് ഊർജം പകരുന്നത് ധന്യരായ കാർലോ ജൂലിയ ദമ്പതികളുടെ ജീവിത രീതിയാണ്. പാവപ്പെട്ടവരെയും അനാഥരെയും സേവിക്കുക എന്ന തത്വമാണ് ഏറ്റവും വലിയ ദൈവാരാധനയായി അവർ ലോകത്തെ പഠിപ്പിച്ചു. സ്വന്തമായി മക്കളില്ല എന്ന ദുഃഖം അവരെ വേദനിപ്പിച്ചില്ല. പകരം തെരുവിലെയും അനാഥ കുട്ടികളെ സ്വന്തം മക്കളെ സ്വീകരിച്ചുകൊണ്ട് അവർക്ക് വേണ്ടി തങ്ങളുടെ കൊട്ടാരത്തിൻ്റെ വാതിൽ തുറന്നു കൊടുക്കാൻ അവർക്ക് സാധിച്ചു. മിസ് അന്നയെ പറ്റിയും സെൻറ് ആൻസ് കോൺഗ്രിഗേഷനെ പറ്റിയും കൂടുതൽ പഠിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു. ഞങ്ങളുടെ കോൺവെന്റ് സിസ്റ്റേഴ്സ് ഞങ്ങളോട് വളരെ സ്നേഹത്തോടും ഹൃദയവുമാണ് പെരുമാറുന്നത്. ഒരു കുടുംബത്തിലെ അംഗങ്ങളെ പോലെ അവർ ഞങ്ങളെയും ഞങ്ങൾ അവരെയും കരുതുന്നു. ഇപ്പോൾ ലാസ ഗ്രൂപ്പിന് നേതൃത്വം നൽകുന്ന സിസ്റ്റർ ജെസ്സി, മുൻപ് നേതൃത്വം നൽകുന്ന സിസ്റ്റർ ആൻ ജോസഫ്, സിസ്റ്റർ ഡെയ്സി, സിസ്റ്റർ ക്ലാര, സിസ്റ്റർ രമ്യ, സിസ്റ്റർ ജാൻസി എന്നിവരെയും ഞങ്ങളെ ലാസ വഴി സെൻറ് ആൻസ് കോൺഗ്രിഗേഷനുമായി ബന്ധിപ്പിച്ച പ്രിയപ്പെട്ട സിസ്റ്റർ പരേതയായ ഫ്രാൻസിസ് മേരി സിസ്റ്റർക്കും ഞങ്ങൾക്കുള്ള നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തിക്കൊള്ളട്ടെ. പല ലാസ പ്രവർത്തന പല മീറ്റിങ്ങുകൾക്ക് പോയി ഏകദേശം 5 പ്രാവശ്യം ചെങ്കൽപ്പെട്ടിലെ പ്രൊവിൻഷ്യലേറ്റിൽ പോകാൻ ഉള്ള ഭാഗ്യം എനിക്കുണ്ടായി. പ്രൊവിൻഷ്യലേറ്റിലെ സിസ്റ്റേഴ്സും മദറും അവിടെ സ്നേഹമായ പെരുമാറ്റവും അവിടെ കൂട്ടായ്മയും ഏറെ സന്തോഷം നൽകുന്ന കാര്യങ്ങളായിരുന്നു. ഞങ്ങൾക്ക് ലാസ പ്രവർത്തനം ഏറെ സന്തോഷം പകരുന്ന ഒരു അനുഭവമാണ്. ജീവിതകാലം കർത്താവ് അനുവദിക്കുന്ന കാലം വരെ ഈ പ്രവർത്തനം തുടരാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.